വിഷയമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ ഞാൻ ഇവരൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയുന്നു. അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു, ഇത്രയും ആൾക്കാര്, നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. ധ്യാൻ ശ്രീനിവാസൻ ഒരു സിനിമാ പ്രൊമോഷനിടയിൽ ഓൺലൈൻ മീഡിയക്കാരനോട് തട്ടിക്കയറിയ സംഭവമാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. മീഡിയക്കാർ എത്ര പ്രവോക്ക് ചെയ്യാൻ നോക്കിയാലും ആശാൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കാറാണ് പതിവ്. എന്നാൽ ആ പതിവ് ചെറുതായിട്ടൊന്ന് തെറ്റുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതെ, ഞാൻ കൊമ്പൻ. എന്താണ് ധ്യാൻ ഇത്രയധികം പ്രവോക്ക് ചെയ്തതെന്ന് നോക്കണം. ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനൊക്കെ കേറുള്ളൂ. നിങ്ങളോ? ഞങ്ങളുടെ മീഡിയ ടീം. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. കൊണ്ടുപോയി എഡ്യൂക്കേഷൻ ചേട്ടാ 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 ധ്യാൻ ചേട്ടാ, ഈ പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ചല്ലേ ഇവരെ കാണുന്നതാണ്. ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. അങ്ങനെ ചോദിച്ചാൽ ആർക്കാരും ഉത്തരം മുട്ടിപ്പോ. കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടിച്ചേട്ടന് കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടിച്ചേട്ടന്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നത് ഞാനല്ലോ വിളിപ്പിക്കുന്നത്. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ. നിർത്തി ഒരു സെക്കൻഡ് നിർത്ത്. പൂവർ ബഗേഴ്സ്, മലയാളീസിനെ വില കളയാൻ ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി നടക്കുന്ന ഇന്റർവ്യൂവിൽ ആ സിനിമയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെയാണ് അതിന്റെ ഭംഗി. അതല്ലാണ്ട് നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ അല്ലേ, സിനിമാ സമരം എന്തായി, നിങ്ങൾക്ക് ഇങ്ങനെ നിരത്തി പടം പൊട്ടിക്കാതെ കുറച്ചൊക്കെ സാമൂഹിക പ്രതിബദ്ധത കാണിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരം തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ.